എൻ്റെ പേര് കീർത്തന രവീന്ദ്രൻ. ഇന്ന് ഞാൻ എൻ്റെ ഒരു ഫോളോവറിനെ സർപ്രൈസ് ചെയ്യാൻ പോവാണ്. കഥ എന്താന്ന് വെച്ചാൽ, എൻ്റെ ഒരു ഫോളോവർ ലൈക്ക് എ ഫ്രണ്ട്. അപ്പോൾ എപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കുക എപ്പോഴാണ് തൃശ്ശൂർ വരുന്നേ, ഒന്ന് കാണാനാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ചെയ്യും. സോ ഞാൻ റീസെൻ്റ്ലി എനിക്കൊരു ആവശ്യത്തിനടുത്ത് തൃശ്ശൂർ വരേണ്ടി വരണം. അപ്പോൾ ഞാൻ ഐ ടെക്സ്റ്റഡ് ഹർ, നിമിഷ ഐ എം കമ്മിങ് ടു തൃശ്ശൂർ ഓൺ Feb 4th. അപ്പോഴത്തേക്കും പുള്ളിക്കാർ പറഞ്ഞു, അന്ന് പുള്ളിക്കാരുടെ കല്യാണമാണ്. സോ ഇത്രയും നാൾ ചോദിച്ചപ്പോഴൊക്കെയും പുള്ളിക്കാരി ഫ്രീ ആയിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ വരുന്ന ദിവസം പുള്ളിക്കാരുടെ കല്യാണമാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് രാവിലെ പാലക്കാട്, ആക്ച്വലി എൻ്റെ പ്ലാൻ വാസ് എനിക്ക് പാലക്കാട് ഒരു പ്രൊമോഷൻ ഉണ്ട്, അതിന് പോയിട്ട് ഞാൻ തൃശ്ശൂർ വരുന്നതായിരുന്നു. ലൈക്ക് ട്രെയിനിൽ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് പാലക്കാട് വന്ന് അവിടെ നിന്ന് പിന്നെ തൃശ്ശൂർ വന്നിട്ട് ലൈക്ക് ഇവിടുത്തെ വർക്കും ചെയ്തിട്ട് പോകാമെന്നായിരുന്നു. പക്ഷേ ഞാനിതിങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ എന്തോ അറിയത്തില്ല, ചില കാര്യങ്ങൾ നമുക്കിങ്ങനെ സ്ട്രൈക്ക് ചെയ്യത്തില്ലേ, അതേപോലെ എൻ്റെ മനസ്സിലിങ്ങനെ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരുന്നു അതിന് പോകണം. അങ്ങനെ ഞാൻ ആ പാലക്കാടത്തെ ആ ഒരു വർക്ക് ഞാൻ പോസ്റ്റ്പോൺ ചെയ്തിട്ട് ഞാൻ ലൈക്ക് ഐ ബുക്ക്ഡ് ഫ്ലൈറ്റ് ഫ്രം ബാംഗ്ലൂർ ടു കൊച്ചി ടു തൃശ്ശൂർ വരാമെന്ന് വിചാരിച്ചു. പക്ഷേ കല്യാണം 9:15 10 മണിക്കും ഇടയ്ക്കാണ്. അതുകൊണ്ട് തന്നെ അവിടെ എത്തിച്ചേരുമോ കാണുമോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പോൾ എൻ്റെ ബാംഗ്ലൂർ ടു ദാറ്റ് പ്ലേസ് തൃശ്ശൂർ ഇരിഞ്ഞാലക്കുടയിലോട്ടുള്ള ജേർണിയും കാണുമെങ്കിലുള്ള വിശേഷങ്ങളുമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. സോ വീഡിയോ മൊത്തത്തിൽ കാണുക, എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. സോ സമയം ഇപ്പോൾ രാവിലെ 5:30 ഞാൻ രാവിലെ തന്നെ എണീറ്റ്, നല്ല തണുപ്പാണ് ബാംഗ്ലൂർ. ഈ ടൈമിലൊന്നും ഞാൻ എണീക്കാത്ത ടൈമാണ്. സോ ഈ ഫ്ലൈറ്റ് എനിക്ക് 8:55 അപ്പോൾ ഒരു 7 o'clock എയർപോർട്ടിൽ എത്തണം. അതുകൊണ്ട് തന്നെ രാവിലെ 5:30 എണീറ്റു. എനിക്കൊരു ഹാഫ് ആൻ അവറേ ഉള്ളൂ ഞാൻ നിൽക്കുന്നിടത്തുനിന്ന് എയർപോർട്ടിലോട്ട്. ബട്ട് ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് എയർപോർട്ട് ഭയങ്കര ദൂരെയാണ്. ആൻഡ് എല്ലാവരും ഉറങ്ങുന്ന സമയമാണ്, അതിങ്ങനെ സംസാരിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഞാൻ ഇത്ര എക്സൈറ്റ്മെൻറ്റ് കാണിക്കുന്നത് 2024 എൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റാണ് കേട്ടോ. ഞാൻ ലൈക്ക് ആഫ്റ്റർ എ ലോങ് ടൈം ഞാൻ വീണ്ടും ഫ്ലൈറ്റിലൊക്കെ കയറുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം ഫ്ലൈറ്റ് എനിക്ക് അന്നും ഇന്നും ഒരു എക്സൈറ്റ്മെൻറ്റ് ഫാക്ടറാണ്. 6:30 തന്നെ ഇറങ്ങണം എന്നുണ്ടായിരുന്നു. എൻ്റെ മനസ്സിൽ തന്നെ 6:30 എന്ന് പഠിപ്പിച്ചാൽ ഞാൻ 6:45 7 ഇറങ്ങുള്ളൂ. 7 മുമ്പായിട്ട് ഇറങ്ങണം. പക്ഷേ ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് ഞാൻ എയർപോർട്ട് എത്തിയായിരുന്നു. പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു ഓൾമോസ്റ്റ് ഭയങ്കര തണുപ്പാണ് ആൻഡ് ഫുൾ ഫോഗ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ രാവിലെ പിക്ക് ചെയ്യാൻ വരണം, എന്നെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ അവൻ രാവിലെ തന്നെ വന്നു. ഹിസ് നെയിം ഇസ് വിക്ടർ. യെസ്, ഓക്കെ. സോ പോകുന്ന വഴി കണ്ടോ ഫുൾ ഫോഗ് ഒക്കെ നിറഞ്ഞിട്ടാണ്. പിന്നെ ഇവിടെ 24 hours എയർപോർട്ട് സർവീസ് ബസ് ഉണ്ട്, ലോ ഫ്ലോർ AC ബസ് ഉണ്ട്. സോ ഇതാണ് കെമ്പഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ട് ബാംഗ്ലൂർ. ഭയങ്കര രസമാണ്. എനിക്ക് ഹൈദരാബാദ് എയർപോർട്ടിലോട്ട് പോകുന്ന റോഡ്സ് സിമിലറായിട്ട് തോന്നി, അതേപോലെ തോന്നി. ഇപ്പം മുമ്പ് ഇവിടെ വന്നിട്ടുള്ള പോലെ തോന്നി. ബിക്കോസ് ഞാൻ ശരിക്കും ബാംഗ്ലൂർ ആദ്യമായിട്ട് വരുന്നത് ഈ ലാസ്റ്റ് നവംബറിലാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഒത്തിരി തവണ വന്ന ഒരു ഫീലായിരുന്നു. പോകുന്ന വഴിക്ക് കെമ്പഗൌഡയുടെ ഒരു വലിയ സ്റ്റാച്ചു നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കെമ്പഗൌഡ എന്ന് പറയുന്നത് 16ാം നൂറ്റാണ്ടിൽ യലഹങ്ക, അതായത് വിജയനഗര എംപയറിൽ അണ്ടറിലുണ്ടായിരുന്നൊരു ചീഫ് നാട്ടുരാജാവ് അങ്ങനത്തെ ഒരു ആളായിരുന്നു. 16th centuryയിൽ ബാംഗ്ലൂർ ടൗണിൻ്റെ ഡെവലപ്മെൻറ്റിലും കൺസ്ട്രക്ഷനിലും ഒക്കെ ഒത്തിരി വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ടായിരിക്കുമല്ലോ ഇത്രയും വലിയൊരു ഇൻ്റർനാഷണൽ എയർപോർട്ടിന് പുള്ളിയുടെ പേരിട്ടത്. സോ അങ്ങനെ ഞാൻ പുള്ളീനെ കണ്ടപ്പോൾ തൊട്ട് ഒരു ക്യൂരിയോസിറ്റി വന്ന് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് വായിച്ചായിരുന്നു. ആൻഡ് ഐ ഫൈനലി റീച്ച്ഡ് എയർപോർട്ട്. ഡിപ്പാച്ചിങ് ഏരിയയിൽ തന്നെ ഡിജിയാത്രയുടെ രജിസ്റ്ററിംഗ് ഡെസ്ക്സ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം അത് ചെയ്തു. അതുകൊണ്ട് എനിക്ക് ഒരു സ്ഥലത്തും ക്യൂ നിൽക്കേണ്ടി വന്നില്ല. പെട്ടെന്ന് തന്നെയായിരുന്നു എല്ലാ സ്ഥലത്തും. ഡിജിയാത്ര ഓൾറെഡി രജിസ്റ്റർ ചെയ്തവർക്ക് സെപ്പറേറ്റ് കൗണ്ടേഴ്സും കാര്യങ്ങളും, ഈവൻ സെക്യൂരിറ്റി ചെക്കിനിൽ പോരും. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്തും ക്യൂ നിൽക്കേണ്ടി വന്നില്ല. ഒത്തിരി സമയവും വെറുതെ വേസ്റ്റ്. പക്ഷേ എനിക്ക് വെറുതെ സമയം വേസ്റ്റ് ആയത് വേറൊരു സ്ഥലത്താണ്. ഇടയ്ക്കിടയ്ക്ക് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്തില്ലെങ്കിലുള്ള ബുദ്ധിമുട്ടെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായി. ആക്ച്വലി എനിക്കൊരു ക്യാബിൻ ബാഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ ഒരു 10 to 15 മിനിറ്റ്സോളം ആ ബാഗേജ് കൗണ്ടറിൽ ബാഗ് സെൻഡ് ചെയ്യാൻ വേണ്ടി നിന്നു. പിന്നെയാണ് ഞാൻ ഓർത്തത്, ലൈക്ക് ഞാനെന്തിനാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്? ബിക്കോസ് ക്യാബിൻ ബാഗ് മാത്രം ഉള്ളവർക്ക് വെയിറ്റ് ചെയ്യേണ്ട, ദേ ക്യാൻ ഡയറക്റ്റ്ലി ഗോ ടു ദ സെക്യൂരിറ്റി ചെക്കിൻ. അങ്ങനെ മണ്ടത്തരം മനസ്സിലാക്കി ഞാൻ നേരെ സെക്യൂരിറ്റി ചെക്കിനിൽ ചെന്നു. ബൈ ദ വേ, നിങ്ങൾ എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് കണ്ടില്ലല്ലോ. അപ്പോൾ ഞാൻ വാഷ്റൂമിൽ കയറിയപ്പോഴാണ് ഒരു നല്ലൊരു മിറർ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫുൾ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം.
അവിടെ വെച്ച് ഞാനൊരു സ്പെഷ്യൽ ആളെ കണ്ടുകിട്ടി കേട്ടോ. നിങ്ങൾ ഫോട്ടോ കണ്ടു നോക്കി. സിത്താര ചേച്ചി കണ്ടതിൻ്റെ നല്ല ഹാപ്പിനെസ്സും എക്സൈറ്റ്മെൻറ്റും എനിക്ക് ഉണ്ടായിരുന്നു. കുറച്ച് നേരം സംസാരിച്ച് നേരെ ഞാൻ ഗേറ്റിലോട്ട് ചെന്നു. വളരെ വൈകാതെ തന്നെ പെട്ടെന്ന് ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ അങ്ങനെ ക്യൂവിലൊക്കെ നിന്ന് ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറി. ഇത്തിരി ക്യൂ. ഇവിടെ മാത്രം ഡിജി യാത്രയ്ക്ക് സ്പെഷ്യൽ കൺസിഡറേഷനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതുവരെയുള്ള പ്രോസസ്സ് നല്ല സ്മൂത്തായിട്ട് പോയി. ആൻഡ് ഈ ഒരു പ്രോസസ്സ് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ. അങ്ങനെ 2024 എൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റിലോട്ട് ഞാൻ കയറാൻ പോവുകയാണ്. പിന്നെ ഞാൻ ഫ്ലൈറ്റ് കയറിയിട്ട് എഡിറ്റ് ചെയ്തു. കാരണം പാക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, കാണുന്നില്ലേ? അതൊക്കെ ജസ്റ്റ് എഡിറ്റ് ചെയ്ത് ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആക്ച്വലി ലാൻഡ് ചെയ്തു. ഇനി എഡിറ്റ് ചെയ്ത് ഇപ്പം 45 മിനിറ്റ് പോയതാണോ എന്ന് എനിക്കറിയില്ല. ജസ്റ്റ് പൊങ്ങി താന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇറ്റ് വാസ് ലൈക്ക് കോഴിക്കോട് നിന്ന് കണ്ണൂർ. ഞാൻ ഒരിക്കൽ കാശ്മീർ പോയപ്പോഴത്തേക്കും കോഴിക്കോട് ടു കാശ്മീരായിരുന്നു. പക്ഷേ ഇടയ്ക്കൊരു കണ്ണൂർ ലേ ഓവർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ ആയിരുന്നു, പൊങ്ങി താന്നു. ഇറ്റ് വാസ് എക്സാക്ട്ലി ലൈക്ക് ദാറ്റ്. പക്ഷേ അത്രയും ഡിഫറൻസ് ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്കങ്ങനെ ഫീൽ ചെയ്തത് മേ ബി ഈ ഒരു എഡിറ്റിംഗ് ചെയ്തുകൊണ്ടായിരിക്കണം. എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി സൈഡ് സീറ്റ് കിട്ടിയില്ല ഗൈസ്. ഞാൻ എപ്പോഴും ഫ്ലൈറ്റിൽ പോകുമ്പോൾ മാക്സിമം ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ അടുത്തിരുന്ന കൊച്ചിൻ്റെയിലൊക്കെ ഫോൺ കൊടുത്ത് ഒന്ന് എടുത്ത് തരുമെന്ന് ചോദിച്ചു. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാഴ്ചയാണ് ഇങ്ങനെ മേളിൽ നിന്ന് താഴോട്ട് ക്ലൗഡ്സും പിന്നെ ഈ നമ്മുടെ നാടും. ടേക്ക് ഓഫ് എടുക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടം ഞാൻ നന്നായിട്ട് ലാൻഡിങ് ഒന്ന് ഷൂട്ട് ചെയ്ത് തരാൻ പറഞ്ഞു. അപ്പോൾ വളരെ പേഷ്യൻസോടുകൂടി എൻ്റെ പാസഞ്ചർ എനിക്ക് വീഡിയോ എടുത്തു തന്നു. ആക്ച്വലി എന്നോട് കയറിയപ്പോൾ തൊട്ടേ എന്നെ എവിടെ കണ്ടിട്ടുണ്ട്, യു ആർ ഓൺ ടി വി എന്നൊക്കെ ചോദിച്ചു. അതിനിടയ്ക്ക് എന്നോട് സെക്യൂരിറ്റി ചെക്കിങ്ങിൽ ചേച്ചി, പുള്ളിക്കാരി ഹിന്ദിയാണ്, എന്നോട് ചോദിച്ചു ഇത്തിരി അച്ചി ബാൽ കേസേ ബാക്കി എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ മുടി എങ്ങനെയാണ് ഇത്രയും നന്നായിട്ട് നോക്കുന്നതെന്നോ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു മൊത്തം കൊഴിഞ്ഞു പോയി ചേച്ചി, ഒന്നുമില്ല ബാക്കിയെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. അത് ഹിന്ദിയിലൊക്കെ ഞാൻ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ നന്നായിട്ട് ലാൻഡിങ് ഞാൻ എടുത്തു. പക്ഷെ ഇച്ചിരി ഭയങ്കര റഫ് ലാൻഡിങ് ആയിരുന്നു. സോ എനിവേ ഞാൻ അങ്ങനെ കൊച്ചിയിലെത്തിയിരിക്കുകയാണ് ഗൈസ്. കൊച്ചിയിലെത്തി. ക്യാബിൻ ബാഗ് മാത്രം ഉള്ളതുകൊണ്ട് ഒട്ടും സമയം എടുത്തില്ല. Within 45 minutes I reached Kochi and I was too much. I'm still so shy to take videos and talk in front of camera because people are looking at me. Okay. അതുകൊണ്ട് ഞാൻ ബാക്കി അപ്ഡേറ്റ്സൊക്കെ ഞാൻ വോയിസ് ഓവറിൽ ആഡ് ചെയ്യാം. 8:55 ഞാൻ 9 ഞാൻ പുറത്തിറങ്ങി. പിന്നെ ആക്ച്വലി ഈ ഇരിഞ്ഞാലക്കുട വരെ എങ്ങനെ എത്തും എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ എയർപോർട്ടിൽ തന്നെ വർക്ക് ചെയ്യുന്നൊരു ചേച്ചി എന്നെ ഹെൽപ്പ് ചെയ്തായിരുന്നു. മെട്രോ ബസ്സിൽ കയറി അത്താണി ഇറങ്ങിയാൽ മതിയെന്ന് പറഞ്ഞു. ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു. അങ്ങനെ ഞാൻ മെട്രോ ലിങ്ക് ബസ്സിലൊക്കെ കയറി. പെട്ടെന്ന് തന്നെ വളരെ ഒരു 5 മിനിറ്റ്സേ ഉള്ളൂ നെടുമ്പാശ്ശേരി. അപ്പോൾ ബൈ കൊച്ചിൻ എയർപോർട്ട്. നാളെ ഏകദേശം ഈ സമയം തന്നെ. ഹലോ ഗൈസ്, അങ്ങനെ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നൊരു ചേച്ചി പറഞ്ഞു അത്താണി ഇറങ്ങി മെട്രോ ബസ്സിൽ കയറി, കൊച്ചി മെട്രോ ലിങ്ക് ബസ്സിൽ കയറി അത്താണി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ബസ് കിട്ടുമെന്നാണ്. അങ്ങനെ ഞാൻ അതേപോലെ ചെയ്തു. ഇനി അത്താണി ബസ് സ്റ്റോപ്പ് എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. സോ എയർപോർട്ട് ടു ആലുവ വരെ 60 റുപ്പീസാണ്. ഞാനപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അത്താണിയിൽ ഇറങ്ങി. അവിടെ നിന്ന് ചാലക്കുടി ബസ് എനിക്ക് പെട്ടെന്ന് തന്നെ കിട്ടി. ചാലക്കുടി ഇറങ്ങി പിന്നെ ഒരു പ്രൈവറ്റ് ബസ്സിലാണ് ഞാൻ ഇരിഞ്ഞാലക്കുടയിലോട്ട് പോയത്. ആൻഡ് ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് ഞാനൊരു ഓട്ടോയിൽ കയറി. എനിക്കറിയില്ല ആക്ച്വലി ഞാൻ എവിടെ എത്തുമോ ഇല്ലയോ എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ലെറ്റ്സ് സീ. ഉണ്ടാവോന്ന് അറിയത്തില്ല, അവിടെ ഉണ്ടാവോ അത് പോയോന്നൊന്നും അറിയത്തില്ല. അങ്ങനെ ഒരു 5 മിനിറ്റ്സ് പോലും എത്തിയില്ല. ഞാൻ ലയൺസ് ക്ലബ് ഇരിഞ്ഞാലക്കുടയിലെത്തി. പക്ഷെ ഒത്തിരി പേര് പുറത്ത് നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ പോയെന്നാണ് ഞാൻ കരുതി. കാരണം 9 മണിക്കായിരുന്നു വെഡ്ഡിങ്. പക്ഷേ ഐ സോ ഹർ. വളരെ ദൂരെ നിന്ന് തന്നെ ഞാൻ കണ്ടു. ഐ വാസ് സോ ഹാപ്പി. എനിക്ക് എത്ര സന്തോഷമാണെന്ന് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോയിൽ പ്രകടിപ്പിക്കാൻ അറിയത്തില്ല. കാരണം ഞാൻ കരുതി പോയിട്ടുണ്ടാവും എന്നാണ് കരുതിയത്. ഷി വാസ് സോ ഹാപ്പി ഇൻ എ മാരേജ്. ഞാൻ ഇത്രയും പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ബ്രൈഡിനെ ഈ ഇടയ്ക്കൊന്നും കണ്ടിട്ടില്ല. സോ ഐ വാസ് ലൈക്ക് ദ മൂൺ ഫീലിംഗ് ആയിരുന്നു എനിക്ക് ആ ഒരു റിയാക്ഷൻ കിട്ടണമെന്നുണ്ടായിരുന്നു. സോ ഞാൻ ക്യാമറ ഓഫ് ചെയ്യാതെ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ പുള്ളിക്കാർ കണ്ടിട്ടില്ല കേട്ടോ. കാണുമ്പോൾ ഉള്ള റിയാക്ഷനും കാര്യങ്ങളും ഇനിയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടോളൂ. സോ എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കണേ. സോ ദിസ് ഇസ് നിമിഷ, മൈ ഫേവറേറ്റ് ഫോളോവർ. Ra, ra, ra.
नजरिया लागे नहीं कहीं ओ नजरिया लागे नहीं कहीं ഞാൻ ഒട്ടും വിചാരിച്ചില്ല, പക്ഷെ കണ്ടു. യെസ്, അപ്പൊ നിങ്ങൾ കണ്ടു കാണും. ഞാൻ കണ്ടു, ഞാനും ഭയങ്കര ഹാപ്പിയാണ്, നിമിഷയും ഭയങ്കര ഹാപ്പിയാണ്. ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ ശരിക്കും ചാലക്കുടിയും ഇരിഞ്ഞാലക്കുടിയിലോട്ടുള്ള ബസ് കയറിയപ്പോൾ തൊട്ട് ഐ വാസ് തിങ്കിങ് ഓ ഇറ്റ്സ് ഓൾറെഡി 11, ഐ വോണ്ട് ബി ഏബിൾ ടു സീ ഹർ, അങ്ങനത്തെ ഒരു മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ എങ്ങനെയോ എനിക്കറിയത്തില്ല, പുള്ളിക്കാരി പോയില്ല. ഓൾമോസ്റ്റ് പോകാനുള്ള സമയമായി ഞാൻ ചെന്നപ്പോഴത്തേക്കും. എന്തായാലും ഐ എം സോ മച്ച് ഹാപ്പി. കാരണം ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കുട്ടി സർപ്രൈസ് നമ്മുടെ ലൈഫ് നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്ന വലിയ കാര്യം തന്നെയാണ്. ഓക്കെ, സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.